ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ 3 in 1, അതായത് ഒറ്റ ഇതിൽ നിന്ന് 3 ഐറ്റം ഉണ്ടാക്കുന്ന വിധം. പാൽപ്പാടയിൽ നിന്ന് ബട്ടർ, സംഭാരം, ഘീ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇത് ഞാൻ ഉണ്ടാക്കുന്ന രീതി കേട്ടോ ഞാൻ പറയണത്. ഞാൻ സാധാരണ ഞങ്ങളുടെ ഇവിടെ നാടൻ പാലാണ് കിട്ടണത്, നമ്മൾ പശുമ്പാൽ, പാക്കറ്റ് പാലല്ല. അപ്പോൾ അത് ഞാൻ കാച്ചി വെച്ചിട്ട് അത് ആറിക്കഴിയുമ്പോൾ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കും. അപ്പോൾ നല്ലതായിട്ട് പാട വരും. അപ്പോൾ ഇതുപോലെ തട്ടി അത് അന്നുള്ള പാട ഞാൻ കളക്ട് ചെയ്ത് ഒരു കുപ്പിയിലാക്കി വയ്ക്കും. അതിൽ കുറച്ച് മോരും കൂടെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് പുറത്ത് തന്നെ ഇട്ട് വെക്കണം, ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ഇത് മോര് ഒഴിച്ചിട്ട് നല്ല ഷേക്ക് ചെയ്ത് വയ്ക്കും. അങ്ങനെ അന്നുള്ള പാല് ഒഴിച്ചൊഴിച്ച് ആ കുപ്പി ഫുള്ളാവുമ്പോൾ ഞാൻ അതെടുത്ത് ഫ്രിഡ്ജിലേക്ക് വയ്ക്കും. ഇതുപോലെയാവും. അപ്പോൾ അത് 2-3 കുപ്പിയാകുമ്പോഴത്തേക്കും ഞാനത് അടിച്ച് അതിൻ്റെ നെയ്യെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ മിക്സിയിലിട്ട് നമ്മൾ കുടിക്കണ വെള്ളമില്ലേ, ഇപ്പോൾ ഫിൽറ്റർ ചെയ്ത വെള്ളം, നമ്മൾ കുടിക്കുന്ന വെള്ളം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മോര് നമ്മൾ യൂസ് ചെയ്യുന്നത്, അത് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ച് കഴിയുമ്പോൾ നല്ല വെണ്ണ ഇതുപോലെ വരും കേട്ടോ. അപ്പോൾ അത് അതിൽ നിന്ന് നമ്മൾ കുറച്ച് ഇങ്ങനെ അത് മാറ്റി എടുക്കുക. അത് 2-3 പ്രാവശ്യം അടിക്കണം കേട്ടോ. നന്നായിട്ട് അടിക്കുമ്പോഴാണ് ഇതുപോലെ വേർതിരിഞ്ഞ് വരും. മോര് വേറെ, ബട്ടർ വേറെ ഇട്ട് വരും. അങ്ങനെ അത് എല്ലാം മാറ്റി വെച്ചിട്ട് അത് ഞാൻ ഐസ് വാട്ടറുണ്ട്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഐസ് വാട്ടറാണ്. നമ്മൾ ആദ്യം ഒഴിക്കുമ്പോൾ ഐസ് വാട്ടറിൻ്റെ ആവശ്യമില്ല. പിന്നെ ഐസ് വാട്ടർ ഒഴിച്ചാൽ അത് നന്നായിട്ട് കഴുകിയെടുക്കും. ആ കഴുകണ എന്താണെന്ന് വെച്ചാൽ അതിൽ ആ ഒരു ചീത്ത മണം ഉണ്ടാവുമല്ലോ, നമ്മൾ ഗീ ഉണ്ടാക്കുമ്പോൾ ഒരു ചീത്ത മണം വരില്ലേ, അതൊക്കെ പോകാനാണ്. അതിലുള്ള പാലിൻ്റെ അംശം മൊത്തം കഴുകിക്കളയും. ഐസ് വാട്ടർ ഒഴിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒട്ടും ആ ബട്ടർ പോവില്ല, നല്ല ക്ലിയറായിട്ട് കിട്ടും. അത് കഴിയുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ബട്ടർ, ഇപ്പം നമുക്ക് കുക്കിങ്ങിന് ആവശ്യമുള്ള ബട്ടർ ഞാൻ പുറത്തുനിന്ന് വാങ്ങിക്കാറേ ഇല്ല. ഞാനിങ്ങനെ തന്നെയാണ് ഉണ്ടാക്കി മാറ്റി വയ്ക്കും. അതങ്ങനെ നമ്മൾ കളക്ട് ചെയ്ത് ഒരു ബോക്സിലാക്കി വെച്ചാൽ എത്ര നാൾ വേണമെങ്കിലും കേടുകൂടാതിരിക്കും കേട്ടോ. അങ്ങനെ അത് നമ്മൾ കളക്ട് ചെയ്ത് മാറ്റി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ആ മോരുണ്ടല്ലോ, ഇത് നമ്മൾ ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ഉപ്പൊക്കെ ഇട്ടായ നല്ല അടിപൊളി സംഭാരമായി. അത് കഴിഞ്ഞ് ബാക്കി വന്ന ബട്ടർ ഉണ്ടല്ലോ, അത് ഞാൻ കാച്ചിയെടുക്കും. അപ്പോൾ അത് കാച്ചാൻ വയ്ക്കുമ്പോൾ തന്നെ കുറച്ച് ഉള്ളി അതിലേക്ക് അരിഞ്ഞിടും. ആദ്യം തന്നെ ഇടാം, പക്ഷെ അത് കരിഞ്ഞൊന്നും പോകില്ല. അത് മുറിഞ്ഞ് വരണതാണ് ഇതിൻ്റെ ഒരു പരുവം. അതായത് ഇങ്ങനെ കാച്ചി ആദ്യം ഇങ്ങനെ പത പോലെ വരും. പിന്നെ ഇങ്ങനെ ഓരോ അതിൻ്റെ മാറിയ നല്ല അവസ്ഥകളാട്ടോ. അത് പത പോലെ വന്ന് പിന്നെ അത് മാറി, പിന്നെ അത് യെല്ലോ ഷെയ്ഡായി. പിന്നെ നമ്മൾ ആദ്യം തൊട്ട് ഉള്ളി ഉണ്ടല്ലോ, അതിങ്ങനെ മുരിഞ്ഞ് ഇതുപോലെ ആവും. അതാണ് അതിൻ്റെ ഒരു പരുവം. ഇങ്ങനെ ആവുമ്പോൾ നമ്മളത് ഓഫ് ചെയ്യുക, ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അത് ആറാൻ വയ്ക്കുക. അല്ലെങ്കിൽ നമ്മൾ ഗ്യാസിൽ തന്നെ വയ്ക്കുകയാണെങ്കിൽ അത് കരിഞ്ഞു പോവുകയെ. എന്നിട്ട് നല്ലതുപോലെ ആറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അരിച്ച് കുപ്പിയിലാക്കി സൂക്ഷിക്കുക. എത്ര നാൾ വേണമെങ്കിലും കൂടാതെ ഇരിക്കും കേട്ടോ. നല്ല അടിപൊളി നല്ല മണമാണ്. അതൊക്കെ കാച്ചി വരുമ്പോഴുണ്ടല്ലോ നല്ല മണം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വാഷ് ചെയ്തെടുത്തത് കൊണ്ട് നല്ല